ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർജുൻ്റെ അമ്മ പറയുന്നുണ്ട്, മുണ്ട് മടക്കി കുത്തിയിട്ടാണ് മോളെ മടക്കി മുറുക്കിയിട്ടാണ് മോളെ നമ്മൾ വിശപ്പ് പോലും അടക്കണത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് നോക്കണത് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായമേ നിങ്ങളുടെ സാഹചര്യമൊക്കെ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കല്യാണി പേഴ്സിൽ നിന്ന് കുറച്ച് അധികം പൈസ എടുത്തിട്ട് നമ്മുടെ അർജുൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. വിഷമിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മേഘ്നനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുക മേഘ്ന അച്ഛനമ്മ എടുത്ത് ശരി എന്ന് പറഞ്ഞിട്ട് തലയാട്ടിയിട്ട് അവിടെ നിന്ന് കല്യാണിൻ്റെ കൂടെ പോവാണ്. കല്യാണി വണ്ടി കയറ്റിയിട്ട് മേഘ്നയും കൊണ്ട് പോകുവാണ്. അങ്ങനെ കല്യാണി നേരെ വരുന്നത് വീട്ടിലേക്കാണ്. അവിടെ നമ്മുടെ സേരനും അതുപോലെ തന്നെ കിരണും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ സേനും കിരണും കല്യാണിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കല്യാണി കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം മേഘനെ കൊണ്ട് ഇറക്കുവാണ്. മേഘനെ കാണുമ്പോഴേക്കും സേനും കിരണും ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കല്യാണി മേഘനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുവാണ്. സേനോടും കിരണോടും പറയുന്നുണ്ട്, ഞാൻ ആദ്യം മേഘനെയും കൊണ്ട് പോയത് മേഘനയുടെ വീട്ടിലേക്കാണ്, അവർ മേഘനെ കയറ്റില്ല എന്ന് തന്നെയാണ് പറയണത്. ഇപ്പോഴും വാശിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതിനുശേഷം അർജുനൻ്റെ വീട്ടിലേക്ക് പോയി. അർജുൻ്റെ വീട്ടിൽ അതിനേക്കാളും വലിയ ഭയങ്കര സാഹചര്യമാണ്. അതായത് അവരെ പോലും ചിലവ് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മേഘനെയും കൂടെ കൂട്ടാനായിട്ട് അവർക്ക് ഒട്ടും പറ്റിയില്ല. അവർ അത്ര കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മേഘനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയുമ്പോൾ സേനം പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി മോളെ, നീ മേഘനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം മേഘനോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട കേട്ടോ, മോൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാം, സ്വന്തം വീട് പോലെ ഈ വീട് കരുതുക. അതല്ല, മോൾക്ക് ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മയുടെ വീടുണ്ട്, അവളുടെ വീട്ടിൽ അവൾ മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ അവിടെ പോയിട്ട് നിൽക്കാം എന്ന് പറയാണ്. മോള് വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയണ്ട, മോൾക്ക് വിഷമിക്കേണ്ട എന്ന് പറയണ ഒരു പരിധിയുണ്ട്, എങ്കിലും ഞങ്ങൾ പറയുവാണ്, മോൾ ഒരിക്കലും വിഷമിക്കരുത് എന്നിങ്ങനെ പറയണം. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നത്. മോളെ കല്യാണി മേഘ്ന മോളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോ എന്ന് പറയുവാണ്. വാ മേഘ്നെ എന്ന് പറഞ്ഞിട്ട് കല്യാണി മേഘനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സേനൻ കിരണിനോട് പറയുന്നുണ്ട്, എന്നാലും മേഘ്നയുടെ വീട്ടുകാർ എന്താണല്ലേ, സ്വന്തം മോളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് വാശിയും വൈരാഗ്യം ഇപ്പോഴും മാറിയൊന്നില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അച്ഛാ ചില ആൾക്കാർ അങ്ങനെയാണ്, വാശി വൈരാഗ്യമൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല എന്ന് പറയുവാണ്. അതെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, മേഘന കുറച്ച് നാൾ ഇവിടെ നിൽക്കട്ടെ, ആ കുട്ടിക്ക് പറ്റാവുന്നത്ര നാൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, അവൾക്ക് ഒരു ജോലി നിങ്ങളുടെ കമ്പനി തന്നെ ശരിയായി കൊടുക്കണം, പിന്നെ മേഘനയുടെ എല്ലാ കാര്യങ്ങളും മോനെ നീ നോക്കണം, അവളുടെ എല്ലാ ഉത്തരവാദിത്വവും നിനക്കുള്ളതാ, അറിയാലോ മേഘനയുടെ കാര്യം, അവളുടെ ഭർത്താവ് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യമൊക്കെ അറിയാലോ, അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് കിരണെ ചെയ്തു കൊള്ളണം എന്ന് പറയുവാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരി എന്നത് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സേരൻ അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാരീനെയാണ്. ഷാരി നമ്മുടെ സരയുവിന് ഫോം വിളിച്ചിരിക്കുകയായിട്ട് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ സംശയിച്ചതൊക്കെ സത്യമാവാനാണ് ചാൻസ് എന്ന് പറയുമ്പോൾ, ആഹാ അങ്ങനെയാണോ, എങ്കിൽ ഇനി ഒന്നും നോക്കണ്ട അമ്മേ, അവരെ അങ്ങോട്ട് ഇല്ലാതാക്കാം എന്ന് പറയാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് മനുവേട്ടൻ്റെ കൂടെ അമേരിക്കയിൽ പോവാം, അച്ഛൻ ഇവിടെ നിൽക്കുമോ നിൽക്കാതിരിക്കുമോ എന്ത് വേണം ചെയ്യട്ടെ, ഇനി അച്ഛനെ നോക്കുന്നിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ പറയുവാണ്. അതുകൊണ്ട് അച്ഛനെ എന്തായാലും ഒഴിവാക്കിയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആൻറ്റീനെ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ ഷാരി പറയണ്ട, അതേ മോളെ നമ്മുടെ സംശയമൊക്കെ സത്യമാവാൻ തന്നെയാണ് ചാൻസ്, എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, അതിനുശേഷം ആ മോളെ വിളിക്കാൻ കേട്ടോ എന്ന് പറയുകയാണ്. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് സരിയു ദേഷ്യത്തോടു കൂടി തന്നെ ഫോൺ വെക്കുക കേട്ടോ. സരിയു ഫോൺ വെച്ച് കഴിയുമ്പോൾ തന്നെ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായി സരിയു, എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ സരിയു പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആവാനാണ് മനുവായിട്ട് ചാൻസ്, അവരുണ്ടല്ലോ എൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞവർ, അവർ നമ്മളെ ചതിച്ചിട്ടുണ്ടാവാനാണ് ചാൻസ് എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, മോളെ അത് അങ്ങനെ തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത, എന്താണെന്നറിയാവോ, മുമ്പ് അവർ ഇവിടെ വരുമായിരുന്നില്ലേ, ആ സമയത്ത് എപ്പോഴും അവർ ജനൽ തുറന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അവരിവിടെ വന്നത് തന്നെ ആ കിരണിനെയും കല്യാണിനെയും അവരുടെ മോനെയും കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് മനോഹർ പറയുമ്പോൾ സരിയു പറയുന്നുണ്ട്, ആഹാ മനുവേട്ടന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മനുവേട്ടന് പിന്നെന്താ ഈ കാര്യം നേരത്തെ പറയാതിരുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻറ്റീനെ ഒരുപാട് വിശ്വാസമായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സരിയു പറയുന്നുണ്ട്, ഇനി നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല, അവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരില്ലാതാക്കിയിട്ട് നമുക്കിവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം മനുവേട്ട, നമുക്ക് അമേരിക്കയിൽ പോകുന്ന കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ മനു പറയണ്ടേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏതാണ്ട് ശരിയാക്കിയിട്ടുണ്ട് മോളെ എന്ന് പറയാണ്.
ശരി എന്ന് പറഞ്ഞിട്ട് സരയു മുകളിലേക്ക് പോവുകയാണ്. സരയു പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സമയമായി, അടുത്ത കൊമ്പിലേക്ക് ചാടാനുള്ള സമയമായി. മോളെ സരയു, നീ ഇവിടെ അമേരിക്കയിൽ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്ത് പോയി അടിപൊളിയായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനു മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയുടെ വീടാണ്. അവിടേക്ക് നമ്മുടെ ചന്ദ്രസേനൻ വന്നിരിക്കുക കേട്ടോ. അതിനുശേഷം ബെല്ലടിച്ചപ്പോഴേക്ക് നമ്മുടെ രൂപയാണ് വാതിൽ തുറക്കുന്നത്. രൂപ വാതിൽ തുറന്നു കഴിയുമ്പോൾ തന്നെ ചന്ദ്രസേനൻ നമ്മുടെ ഷാരിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കണം. ഷാരി അപ്പോൾ സാറേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവളിവിടെ ഉണ്ടായിരുന്നോ എന്ന് രൂപയുടെ ചോദിക്കുകയാണ്. ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, കുറച്ച് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളൂ, എന്നിട്ട് രൂപ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് രൂപയുടെ ചന്ദ്രസേനൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ ചന്ദ്രേട്ട എന്ന് പറയുകയാണ്. അല്ല, എന്തിനാ വന്നത്, നിന്റെ മോള് വന്നില്ലേ എന്ന് ഷാരിയുടെ അടുത്ത് ചോദിക്കുകയാണ് ചന്ദ്രസേനൻ. ആ സമയത്ത് ഷാരി പറയുന്നുണ്ട്, ഇല്ല മോള് വന്നില്ല. ഓ, മോളെ വിടില്ലായിരിക്കും മനുമോൻ അല്ലേ, മോളെ വല്ലാത്ത ജീവനാണ് മനുമോന് അല്ലേടി എന്ന് ചോദിക്കുമ്പോൾ, അതേ സാറേ, മനുമോൻ എൻ്റെ മോളിൽ അത് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുമോ. ഓഹോ, എപ്പോഴാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന് ചന്ദ്രസേനൻ പുച്ഛത്തോടു കൂടി ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അത് ഉടനെ തന്നെ പോകുമായിരിക്കും എന്ന് പറയാണ്. അല്ല, നിന്റെ കെട്ടിയോൻ്റെ കാര്യം എന്ത് തീരുമാനിച്ചത് പറയുമ്പോൾ, അതൊന്നും പറയണ്ട സാറേ, ഷോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ഒരു കാര്യവുമില്ല, അയാളുടെ മാനസിക ഫുള്ളും തെറ്റിയ പോലെയാ എന്ന് പറയുമ്പോൾ, എന്നാലും സ്വന്തം ഭർത്താവല്ലേ എന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല സാറേ, എന്തായാലും ഞങ്ങൾ ഇനി പഴയ പോലെ ഒന്നും ആരും ഉപദ്രവിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നും വരുന്നില്ല എന്ന് വരാൻ പോണില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട്, വന്നില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം, ഇനി പണ്ടത്തെ പോലെ വിഷം തുപ്പാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിൽ അത് തിരിച്ച് നിങ്ങളുടെ മേൽ തന്നെ വീഴും, അറിയാലോ സംഭവിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തിരിഞ്ഞും പറഞ്ഞ് നിങ്ങളുടെ മേൽ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ, എല്ലാം അറിയാം സാറേ, ഇനി ഞങ്ങൾ ഒന്നിനുമില്ല എന്ന് പറയുവാണ്. രൂപേ വാടോ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഷാരിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ, ഞാൻ എൻ്റെ ഭാര്യയായിട്ട് പോകുവാണ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, കുറേ നാൾ അകന്ന് നിന്നതല്ലേ, അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രൂപേനെയും കുട്ടിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുവാണ്. അത് കാണുമ്പോഴേക്കും ഷാരി വായ പൊളിച്ചിങ്ങനെ നിൽക്കുവാട്ടോ. അവർ മുകളിൽ കയറി പോകണം വരെ ഷാരി അങ്ങനെ തന്നെ വായ പൊളിച്ച് നിൽക്കുവാണ്. അതിനുശേഷം ഇത് മിക്കവാറും ഞാൻ കണ്ടുപിടിക്കും, ഈ സ്നേഹം സത്യമാണോ കപട നാടകമാണോ എല്ലാം തന്നെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രൂപയും സേനനും റൂമിലിരിക്കുന്ന സമയത്ത് സേനൻ പറയേണ്ടത് അവളെ സൂക്ഷിക്കണം, ഇനി താൻ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ സൂക്ഷിക്കണം, കാര്യങ്ങൾ എല്ലാം നോക്കിയും കണ്ടു വേണമെങ്കിൽ എല്ലാം ചെയ്യാൻ, അവളുണ്ടല്ലോ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ഞാനും കല്യാണി മോളും കിരൺ മോനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരും എന്ന് പറയാണ്. അത് നന്നായി ചന്ദ്രേട്ടെന്ന് പറയണം, അവൾ എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ, അതെ, അവളുടെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കണം, അതിനുശേഷം അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് ചന്ദ്രസേനൻ പറയുമ്പോൾ, ഞാൻ യാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കേണ്ട, മാക്സിമം അപമാനിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കണമെന്ന്. അതേതായാലും നന്നായി എന്ന് ചന്ദ്രസേനൻ പറയുവാണ്. അതേസമയം നമ്മുടെ ഷാരി ആണെങ്കിൽ നിലത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യാമിനി വരുന്നുണ്ട്. ആ സമയത്ത് യാമിനി നമ്മുടെ ഷാരിയോട് ചോദിക്കേണ്ട, അല്ല നീ എന്തിനാ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണത് എന്ന് പറയുമ്പോൾ, നീ എന്താടി പറഞ്ഞത്, നീയെന്നോ, അത് നീയെന്ന് തന്നെ, അവർ ഭാര്യയും ഭർത്താവേ ചിലപ്പോൾ സ്നേഹിക്കും, ചിലപ്പോൾ റൂമിനുള്ളിൽ കയറി എന്നൊക്കെ ഇരിക്കും, അത് വായം പൊളിച്ച് ആലോചിച്ചിരിക്കേണ്ട കാര്യം നിനക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ, എടി നീ എന്നെ വിളിച്ചില്ലേ, നോക്കിക്കൊടി, ഞാനിത് നിന്നെ രൂപയെടുത്ത് പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല നിന്നെ പറയാണ്, നിന്നെ ഞാൻ വെച്ചേക്കില്ലടി, നിന്നെ നമുക്ക് കാണിച്ചു തരാം എന്നൊക്കെ ഷാരി പറയുമ്പോൾ, നീ എന്താന്ന് ചെയ്തോടി, എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നിടത്തായിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.